അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകൾ പലയിടങ്ങളിലും ബഹുദൂരം മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നു. യു ഡി എഫ് ആഞ്ഞടിച്ചിരിക്കുന്നു, യു ഡി എഫ് അലയടിക്കുന്നു. ഐക്യ ജനാധിപത്യ മുന്നണി സംസ്ഥാനത്തെങ്ങും അങ്ങനെ ആഞ്ഞു വീശുകയാണ്. നമ്മൾ കാസർഗോഡേക്കൊന്ന് പോകുന്നു. ജോസഫുണ്ട്. ജോസഫെ, സംസ്ഥാനത്തെങ്ങും യു ഡി എഫ് തരംഗം. കാസർഗോഡിന്റെ സ്ഥിതി, അവിടെ യു ഡി എഫിന് അത്ര മേൽക്കൈ ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് അവിടുന്ന് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ? കാളിദാസ്, നിലവിൽ സാഹചര്യങ്ങൾ മാറി മറിയുകയാണ്. യു ഡി എഫിന് അനുകൂലമായാണ് ഇപ്പോൾ ലീഡ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും യു ഡി എഫ് ക്രമാനുഗതമായി ലീഡ് ഉയർത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. നിലവിൽ 14 ഇടങ്ങളിൽ യു ഡി എഫ് മുന്നേറുന്നുണ്ട്. 11 ഇടങ്ങളിലാണ് എൽ ഡി എഫ് മുന്നേറുന്നത്. 10 ഇടങ്ങളിൽ എൻ ഡി എ മുന്നേറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കഴിഞ്ഞ തവണ 4 ഇടത്ത് മാത്രമായിരുന്നു എൻ ഡി എക്ക് ഭരണമുണ്ടായിരുന്നത്. അതിൽ നിന്ന് 6 പഞ്ചായത്തുകളുടെ ഭരണം എൻ ഡി എ പിടിച്ചെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറെ വാശിയേറിയ പോരാട്ടം നടന്നിരുന്നു. കഴിഞ്ഞ തവണ 7-7 ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടുകൂടി എൽ ഡി എഫ് ഇത്തരത്തിൽ ഭരണം പിടിക്കുകയായിരുന്നു. ഇത്തവണ സ്ഥിതി മാറി വരുന്നു. അധികം ചേർത്ത ഈ വാർഡിൽ പോലും എൽ ഡി എഫിന് നിൽക്കക്കളിയില്ലാതെ വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ 9 സീറ്റിലേക്ക് യു ഡി എഫ് ലീഡ് നില ഉയർത്തുന്നു. 6 സീറ്റിലേക്ക് ഈ നേരത്തെ ഉണ്ടായിരുന്ന സീറ്റ് കൂടി നഷ്ടപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. മാത്രമല്ല എൻ ഡി എ അവരുടെ സീറ്റ് അതേപോലെ നിലനിർത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 4 ഇടത്ത് എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു, 2 ഇടത്ത് യു ഡി എഫ് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. 2 ടൈം, അതായത് കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ 10 വർഷത്തോളമായിട്ടുള്ള ഭരണം അത് എൽ ഡി എഫിന് നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. നിലവിലെ കണക്കുകൾ അനുസരിച്ച് അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. ഒരു പക്ഷേ ഇത്തരത്തിൽ ഭരണം നഷ്ടപ്പെടാവുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ടത്, ലീഗിന്റെ കോട്ടയായ കാസർഗോഡ് നഗരസഭയിൽ ലീഗ് ഭരണം നിലനിർത്തിയിരിക്കുന്നു, യു ഡി എഫ് ഭരണം നിലനിർത്തിയിരിക്കുന്നു. 24 സീറ്റുകൾ പിടിച്ചാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ ഭരണം പിടിച്ചിരിക്കുന്നത്. ബി ജെ പിക്ക് ഉണ്ടായിരുന്ന 2 സീറ്റുകൾ കൂടി നഷ്ടപ്പെട്ടു. അങ്ങനെ 14 സീറ്റിൽ നിന്ന് 12 സീറ്റിലേക്ക് ബി ജെ പി ഒതുങ്ങേണ്ടി വന്നു. ലീഗിൽ നിന്ന് വിമതരായി മത്സരിച്ച 2 പേർ കൂടി ഇതിൽ വിജയിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, എൽ ഡി എഫിന് നേരത്തെ 1 സീറ്റായിരുന്നു ഉണ്ടായിരുന്നത്, വർഷങ്ങളായിട്ട് 1 സീറ്റാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ആ സീറ്റിൽ നിന്ന് 1 സീറ്റിന്റെ വർധനവ് ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നു. എന്തായാലും കഴിഞ്ഞ തവണ 21 സീറ്റായിരുന്നു ലീഗിനുണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ 2 സീറ്റ് കൂടി വർദ്ധിപ്പിച്ച് 24 സീറ്റിന്റെ ഭൂരിപക്ഷമായി ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ്. എന്തായാലും ലീഗിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ പോരാട്ടം തന്നെയാണ് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലേക്ക് നടന്നത്. ഈ ലീഗ് ഇത്തരത്തിൽ പിടിച്ചെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിൽ യു ഡി എഫ് ആണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. മറ്റ് 4 ബ്ലോക്ക് പഞ്ചായത്തുകളിലും എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് സൂചിപ്പിച്ചതുപോലെ തന്നെ എൻ ഡി എ 10 പഞ്ചായത്തുകളിലെ ഭരണം പിടിക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, മഞ്ചേശ്വരത്തും ബോർക്കാടി പഞ്ചായത്തിലും ഈ 2 പഞ്ചായത്തുകളിൽ SDP-ക്കും സീറ്റുകൾ വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ ആർക്കും കേവല ഭൂരിപക്ഷമില്ല. SDP-യുടെ പിന്തുണയോടുകൂടി ഒരു ഭരണസമിതി ഉണ്ടാക്കാനേ ഇരു മുന്നണികൾക്കും സാധ്യമാകുകയുള്ളൂ. എന്തായാലും ശക്തമായ മത്സരത്തിൽ കാസർഗോഡ് ജില്ലയിൽ യു ഡി എഫിന് വ്യക്തമായ മേൽക്കൈ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. CPM-ന്റെ ഉരുക്കു കോട്ടകളിൽ പോലും വിള്ളലുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ചെമ്മനാട് പഞ്ചായത്തിന്റെ ഭരണവും യു ഡി എഫിന് ലഭിച്ചിട്ടുണ്ട്. അവിടെ വലിയ രീതിയിലുള്ള മൃഗീയ ഭൂരിപക്ഷമാണ് ഈ യു ഡി എഫിന് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ പരമ്പരാഗതമായിട്ടുള്ള സീറ്റുകളൊന്നും തന്നെ ലീഗിനെ കൈവിട്ടിട്ടില്ല, യു ഡി എഫിനെ കൈവിട്ടില്ല. കഴിഞ്ഞ തവണത്തെ എല്ലാ സീറ്റുകളും നിലനിർത്തുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. മാത്രമല്ല, BJP-യുടെ കയ്യിലും എൽ ഡി എഫിന്റെ കയ്യിലും ഉണ്ടായിരുന്ന സീറ്റുകൾ അധികമായി പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായ ഒരു വിജയം കൂടിയാണ് കാസർഗോഡ് ജില്ലയിൽ ഉണ്ടാകുന്നത്. കഴിഞ്ഞ തവണ 19 ജില്ലാ ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫ് ഭരണത്തിലുണ്ടായിരുന്നപ്പോൾ ഇപ്പോൾ അതിന്റെ നില ഇപ്പോൾ കുറഞ്ഞു വന്നിരിക്കുകയാണ്. 13-ൽ താഴെ ഗ്രാമപഞ്ചായത്തുകളിൽ മാത്രമാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. അതേസമയം കോൺഗ്രസിന് നേരത്തെ 11 ഭരണമുണ്ടായിരുന്നിടന്ന് 20-ലേക്ക് എത്തുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. അങ്ങനെ
വലിയ രീതിയിലുള്ള പോരാട്ടം. BJP-നെ സംബന്ധിച്ചിടത്തോളം നാല് ഇടത്ത് ഭരണമുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് 10 സ്ഥലത്തേക്ക് ഭരണം വ്യാപിപ്പിക്കാൻ സാധിക്കുന്നു. 2 സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ അല്ലെങ്കിൽ ആർക്കും കേവല ഭൂരിപക്ഷം ഇല്ലാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. എന്തായാലും ജില്ലാ പഞ്ചായത്തിലേക്കുള്ള മത്സരം മാറി മറിയുന്ന സ്ഥിതിയാണ്. പല ഡിവിഷനിലും നേരിയ ഭൂരിപക്ഷം മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രവചനാതീതമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാളിദാസ്, കാസർഗോഡ് UDF മേൽക്കൈ നേടിയിരിക്കുന്നു. ഒപ്പം NDAയും അവിടെ വലിയ രീതിയിൽ സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ്. ഐക്യജനാധിപത്യ മുന്നണി UDF കേരളത്തിൽ അലയടിക്കുകയാണ്. സെമിഫൈനലിൽ കൈക്കരുത്ത് കാട്ടിയിരിക്കുന്നു UDF എന്നുള്ളതാണ്. ഉണ്ണി, ഈ സെമിഫൈനൽ UDF-നൊപ്പമാണെന്നുള്ളത് ഏറെക്കുറെ വ്യക്തമാകുന്നു. ഇനി